ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രിങ്ക് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പുഡിങ്ങലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിലെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പം അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പൾപ്പ് വേണം. അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഈ ഒരു പൾപ്പിന് എടുക്കാൻ കാര്യം ഇതിൽ എക്സ്ട്രാ ഷുഗറോ വാട്ടറോ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാ സ്ക്വാഷ് വാങ്ങുകയാണെങ്കിൽ അതിൽ കൂടുതൽ മധുരം ഉണ്ടാവും, എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. കാരണം അവർ കുറച്ച് വെള്ളം ചേർക്കും, മധുരം ചേർത്ത് എന്നിട്ടല്ലേ ഉണ്ടാക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ എന്താ പറയുക തനതായ ടേസ്റ്റിൽ ഇതിൽ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ കളറോ ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും കേട്ടോ. ടേസ്റ്റും ഗുണവും അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ്ടിൽ നല്ല ഒറിജിനൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ അടിപൊളി പുഡിങ് അല്ലാന്നുണ്ടെങ്കിൽ ഡ്രിങ്ക് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതാ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ചെറുതായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കോൺഫ്ലോറിൽ കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക. ഞാനിപ്പം കുറച്ച് തിക്കായിട്ട് എടുക്കുന്നില്ല, വായിലിട്ടാൽ മെൽറ്റാകുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ് ഞാൻ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള പരുവത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പം കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കല്ലേ, ഞാനിപ്പം മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതുണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം ഇത് ഒരു ബൗളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ പുഡിംഗ് ട്രേയിലേക്കോ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടിത് ഫ്രീസറിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളിപ്പം പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിക്ക് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ മധുരം ആഡ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. കാര്യം ഇത് കുറച്ച് പുളിപ്പും മധുരവും എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറിയും കിവിയും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇതും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. പഴം ചേർത്ത് കൊടുക്കുക. റോബസ്റ്റ പാൽ ഉണ്ടാവില്ലേ, അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ടോ ആപ്പിളോ പൈനാപ്പിളോ എല്ലാം ചേർത്ത് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പം തന്നെ സെർവ് ചെയ്യാനാണ്. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കുക. പിന്നെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തനതായ ടേസ്റ്റും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പില്ലേ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. കാര്യം കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിക്ക്. ഇത് ഓപ്ഷണലാണ്. എന്താ പറയുക, ഭംഗിക്ക് വേണ്ടിക്ക് മാത്രം, വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിക്ക് ഞാൻ ചെയ്തതാണ്. പിന്നെ പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ റമദാൻ്റെ ടൈമിൽ ഇഫ്താറിനെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഇതിലും ലൂസാക്കിയിട്ട് ഡ്രിങ്ക് ആയിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിൻ്റെ കാര്യം മറക്കണ്ട. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.